ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ജെറിൻ തകർത്തതിന് ശേഷം ജെറിനെയും കടത്തിവിട്ടാനായിട്ട് ഒരു നടി എൻ്റെ സൈഡിൽ റെഡിയാണ്. ഒരു തട്ടമിട്ട സുന്ദരി ലുമിനെ. വാമോളെ വാ. അതായത് ലുമിനെ വന്നിട്ട് നോക്കുകയാണ് ഏത് പാറയിൽ നിൽക്കണമെന്ന്. എവിടെയാണ് ലുമിനയുടെ സ്ഥലം? മലപ്പുറം. മലപ്പുറം അല്ലേ? ഇച്ചിരി ഉറക്കെ പറയുമായിരിക്കും അല്ലേ ഡയലോഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ? അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഏത് ഇയറാ? സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ അല്ലേ? ഓക്കെ. ആക്ഷൻ. അല്ല, അച്ഛൻ എന്ത് പണിയായി കാട്ടിയത്? ഈ PF എന്ന് പറഞ്ഞ കുടുംബത്തിന് മുഴുവൻ ചെലവാക്കുക എന്നാണോ? പലരും തമാശക്ക് പറയാറുണ്ട് PF എന്നത് പുത്രന്മാർക്കുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. ബ്യൂട്ടിഫുൾ. അത് അച്ഛനമ്മമാർക്ക് ഉള്ള ഫണ്ടാണ്. അച്ഛനമ്മമാരുടെ ഫ്രണ്ടാണെന്നോ? അല്ല, അച്ഛനമ്മമാർക്ക് മാത്രമുള്ള ഫണ്ടാണ്. വയസ്സാം കാലത്ത് സ്വച്ഛശാന്തമായി ജീവിതം നയിക്കാനുള്ള ഫണ്ടാണ്. ഇതൊക്കെയല്ലേ മക്കള്. എങ്ങനെ ഒരു ചില്ലിക്കാശിന് ഉപകാരമില്ല. എന്താ നിന്റെ മുഖത്തൊരു മൂടോട്ട് വന്നേ എന്ന് ചോദിക്കട്ടെ എന്ന് സ്വന്തം ലുമിന ശാന്തം മംഗളം. താങ്ക് യു. പെട്ടെന്ന് ഒരു ഉറക്കം മൂഡിലേക്ക് പോയി. പക്ഷെ എന്നെ ഉണർത്താനായിട്ട് ഇവിടെ ടഫ് ലുക്കുള്ള ഒരു നടൻ അബിൻ. അബിനെ വിളിച്ചതുപോലും ആളെ അറിഞ്ഞില്ല. അബിൻ ഇവിടെ ഏത് ഇയറാണ്? ഞാൻ തേർഡ് ഇയർ. തേർഡ് ഇയർ ആണ്. എങ്ങനെയുണ്ട് കോളേജ്? തട്ടിമുട്ടി പോകുന്നു. തട്ടിയും മുട്ടിയും പോകും അല്ലേ? ഓക്കെ. എവിടെയാണ് സ്ഥലം? കണ്ണൂർ. കണ്ണൂർ തന്നെ. ഓക്കെ. കണ്ണൂരിൽ നിന്നുള്ള അഭിനേതാക്കളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മൾ കാണുന്നത്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ പിണറായിക്കടുത്ത്. പിണറായിക്കടുത്താണ്. നേരെ പോകാം ഡയലോഗിലേക്ക് കേട്ടോ. ഓക്കെ. ആക്ഷൻ. അല്ല, അച്ഛൻ എന്ത് ഈ പണിയാണ് കാണിച്ചേ? ഈ PF കിട്ടുന്ന കാശ് മൊത്തം കുടുംബത്തിന് വേണ്ടി ചിലവാക്കുക. ചിലരും തമാശക്ക് പറയുന്നുണ്ട് അത് മക്ബൂല അല്ല, പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണ്. പക്ഷെ അത് അങ്ങനെയല്ല. വയസ്സാം കാലത്ത് അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണ്. എന്ത് പണിയാണ് വെച്ചാ കാണിക്കുന്നത്? സാറ് ഞെട്ടണ്ട. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. വയസ്സാം കാലത്ത് മറ്റാരെ ആശ്രയിക്കാണ്ട് സ്വച്ഛചിന്തമായ ജീവിതം നയിക്കും. ഈ ഡിക്ഷണറി ഇല്ലാത്ത വാക്കൊക്കെ എന്തിനു പറയണം? സ്വച്ഛശാന്തമായ ജീവിതം നയിക്കാൻ വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. അല്ല, മക്കൾ തന്നെങ്കിൽ ഓക്കെ. ഇവനൊക്കെ അല്ല സാധനം. ചില്ലി കാശിന് ഉപകാരം ഇല്ലാണ്ട് എന്താണ് ഇതിന്റെ മൊത്തം മൂഡ് ഓഫ്? ബാബു ചോദിക്കട്ടെ. നിമ്മാരി ചീത്ത പറഞ്ഞാൽ പിന്നെ മൂഡ് ഓഫ് വരാണ്ടിരിക്കും. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ചെന്നോട്ടോ. ഒരു കൊടുങ്കാറ്റ് പോലെ പോയി. അടുത്തതായിട്ട് ഒരു വെറൈറ്റി പേരുള്ള അഭിനേത്രി അദീത. സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. കൈയടിച്ചുകൊണ്ട്. യെസ്. കോളേജ് വിടുന്നതിന് മുന്നേ വന്നു. ഫൈനലി കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം അദീത നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെയാണ് സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട് വരെയാണ്. കോഴിക്കോട് എവിടെ? മലപ്പുറം. മലപ്പുറമ്പ്. അവിടെ എനിക്കൊരു കൂട്ടുകാരുണ്ട്. പറയില്ല ആരാന്ന്. ആക്ഷൻ. അല്ല, അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? അച്ഛൻ എന്തിയോ? അല്ല, അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? ഈ PFന്റെ കാശ് കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതാ. PFന്റെ കാശ് കുടുംബത്തിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഒരു 50,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് PFന്റെ കാശ് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള കാശ്. ഇത് സ്ക്രിപ്റ്റ് മാറ്റി പടം മാറി. എന്നാൽ അങ്ങനെയല്ല. അത് മാതാപിതാക്കൾ അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്യാം. നമുക്ക് അവന്റെ തോളത്തിരിക്കാം. ഇവിടെ നിന്ന് തുടങ്ങിയതാ. എന്നെ വലിച്ചോണ്ട് പോയി അവിടം വരെ. എന്നാൽ അങ്ങനെയല്ല. അത് അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ള ഫണ്ട്. അവിടെ വരെ ഞാൻ പഠിച്ചു. വയസ്സുകാലത്ത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വച്ഛശാന്തമായി ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടാണ്. അതിനെന്താ, മക്കള് നന്നായിരിക്കണ്ടേ? ഇവനെ പോലെയുള്ള സാധനങ്ങൾ, ചില പരമചെറ്റകൾ കുടുംബത്ത് കയറി നിരങ്ങും. അതല്ലല്ലോ. അതിനെങ്ങനെയാ മക്കള് നന്നായിരിക്കണ്ടേ? അതെ. ഒരു ചില്ലി കാശിന് ഉപകാരമില്ലാത്ത സാധനങ്ങൾ. അല്ല, നിന്റെ മുഖത്ത് എന്താ ഒരു മൂഡ് ഓഫ്? വാ ചോദിക്കട്ടെ. സൺസ്ക്രീൻ ഇല്ല. അതിന്റെ കേട്ടോ. നല്ലൊരു കൈ കൊടുക്കുക. അതേതൊക്കെ വേഗം പരിപാടി തീർക്കാൻ പോവാന്നുള്ളതാണ്. പക്ഷേ തൻ്റെ ഊഴത്തിനായിട്ട് ഒരുപാട് സമയം ക്ഷമയോടെ കാത്തിരുന്ന ഒരു മഹാനടൻ, ഒന്നല്ല ഒന്നി കൂടുതൽ, മിഥിലാജ് സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. മിഥിലാജ് മറ്റേ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വരുന്ന പോലെ സാറിന് എന്ത് വേണമെങ്കിലും ചെയ്തോളം പറയാൻ വന്നിരിക്കുന്നത്. എവിടെ സ്ഥലം? പാലക്കാട്. പട്ടാമ്പി സ്വദേശി അഭിനയിക്കാൻ പോകുന്നു അല്ലേ? ഏതോ ഷോർട്ട് ഫിലിം ഒക്കെ കഴിഞ്ഞു കേട്ടു. ഇല്ലല്ല, വെറുതെ പറയാം. ആണോ? ഡയലോഗില്ലാത്ത ഷോർട്ട് ഫിലിം ആയിരുന്നു അല്ലേ? ഓക്കെ. ബടനായിട്ടാണ് നിന്നത് സൈഡിൽ. ഓക്കെ. അല്ല, അച്ഛനെന്ത് പണിയായി കാണിച്ചേ? PFന്റെ ഫണ്ട് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. ഇവൻ സീരിയസ് ആട്ടോ. എനിക്ക് പേടിയാണ്. സീരിയസ് ആണ്.
എൻ്റെ ഇയാളെ കൊണ്ട് ഞാൻ മടുത്ത് കേട്ടോ. തമാശക്ക് പലരും പറയാറുണ്ട് PF-ന്റെ ഫണ്ട് പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അത് അങ്ങനെയല്ല, അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. തലയിറങ്ങി വീണാണ് ഇത് കണ്ടിട്ട്. വയസ്സുകാലത്ത് മറ്റാരെയും ആശ്രയിക്കാതെ സ്വച്ഛശാന്തമായി ജീവിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ട ഫണ്ടാണ്. അല്ല, മക്കള് നന്നായാൽ ഓക്കെ, ബട്ട് ഇവനൊക്കെ അല്ലേ. അടുത്ത ഷോട്ടിൽ അളിയാൻ കത്തി എടുത്ത് വെക്കുകയാണ് അച്ഛനോട്. ഫണ്ട് എവിടെ? ഒരു ഉപകാരവും ഉണ്ടാവില്ല. അതെ, ചില്ലി കാശിന് ഉപകാരം ഉണ്ടാവില്ല. എന്താ നിന്റെ മുഖത്തൊരു മുടോട്ട്? വാടാ ചോദിക്കട്ടെ. താങ്ക്സ്. വിജിലാജ് ഓൺ ദ ഫ്ലോർ. ചെന്നോ. അതോടുകൂടി മൈജി ബെസ്റ്റ് സീസൺ 2-ന്റെ ദീപാവലി ദിനത്തിലെ ഈ എപ്പിസോഡ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്തതായി ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം. അപ്പോൾ ദീപാവലി ദിനത്തിൽ ഇവർ തിളങ്ങിയോ എന്ന് ചോദിച്ചാൽ തിളങ്ങിയല്ലേ? ഒട്ടും തിളങ്ങാത്തവനാണ് തിളങ്ങിയെന്ന് ഏറ്റവും ശബ്ദത്തിൽ വിളിച്ചാണ്. സൂപ്പറായിട്ട് തിളങ്ങി. അപ്പോൾ ഇതിൽ ഏറ്റവും തിളക്കം, അതായത് ഇവിടെ വന്ന് നമ്മളെ എൻ്റർടൈൻ ചെയ്ത് ചിരിപ്പിച്ച ഒരു വ്യക്തി ആണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ. മറ്റാരുമല്ല, ഒരു മഹാനടി അനഘ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കാം. ഇവിടെ കൺട്രോൾ ചെയ്യണേ. അനഘ വരെ പേടിച്ചു. അനഘ വരെ നാഗവല്ലിയൊക്കെ നോക്കുന്ന പോലെ എന്നെ ഇങ്ങനെ. അനഘയാണ് കേട്ടോ. കൺഗ്രാറ്റ്സ്. മൈജി തരുന്ന ഒരു അടിപൊളി സമ്മാനമാണ് സ്വന്തമാക്കാൻ പോകുന്നത്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. ആണോ? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? പറഞ്ഞോ. എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. എന്നാലും ഹൂ ഈസ് ബെറ്റർ ദാൻ ദ ബെസ്റ്റ് എന്നുള്ളത് അത് ഞാൻ തന്നെയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച അനഘയ്ക്ക് മൈജി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നമുക്ക് കൈമാറാം. പിടിച്ചോ, രണ്ടേയും വെച്ച് പിടിച്ചോ. ഓൾ ദ ബെസ്റ്റ് സാർ കേട്ടോ, പ്ലീസ്. അതോടുകൂടി മൈജി ബെസ്റ്റ് സീസൺ 2-ന്റെ MGM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമുള്ള ഈ കിടിലൻ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ദീപാവലിയായിട്ട് ആഘോഷിക്കുകയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇനി ആഘോഷ പരിപാടികളിലേക്ക് കടക്കാൻ പോവുകയാണ് അല്ലേ, ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ. അപ്പോൾ സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഹാപ്പി ദീപാവലി.